അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി തൊലി കളയാതെ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു ഗാർലിക് പൗഡറിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 2 രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യത്തെ രീതിക്ക് 3/4 കിലോ വെളുത്തുള്ളി വേണം. രണ്ടാമത്തെ രീതിയിൽ ചെയ്തിട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/4 കിലോ വെളുത്തുള്ളി മതിയാവും. പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയും അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ഗാർലിക് പൗഡർ ഉണങ്ങി കിട്ടോ കുറച്ച് സമയം എടുക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കുന്ന രീതി കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ വെളുത്തുള്ളി അല്ലികളാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് 3/4 കിലോ വെളുത്തുള്ളി അല്ലികൾ എടുക്കാം. മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ വെളുത്തുള്ളി, അപ്പൊ അത് ഓരോ അല്ലികളായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, റൂട്ട് പോർഷനിൽ ഒരു ഇടികല്ല് വെച്ചിട്ടോ എന്തെങ്കിലും കനമുള്ള എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ടോ ഹാമർ വെച്ചിട്ടോ ഒന്ന് ഇടിച്ചു കൊടുക്കുക. 2-3 പ്രാവശ്യം ഇടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഇതുപോലെ ഓരോ അല്ലികളായിട്ട് വരും. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി എല്ലാം അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ തൊലിയൊക്കെ നമുക്കത് മാറ്റണം. ഇതിലുള്ള എല്ലാ തൊലിയും നമുക്ക് മാറ്റാം. ഇപ്പൊ വെളുത്തുള്ളി അല്ലികളുടെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇടിച്ചെടുക്കുന്ന സമയത്ത് കിട്ടുന്ന ആ തൊലി ഉണ്ടല്ലോ, അത് മുഴുവനും മാറി കിട്ടിയിട്ടുണ്ട്. ചിലതിന്റെ തൊലിയൊക്കെ പൂർണ്ണമായിട്ട് അങ്ങ് മാറിയിട്ടുണ്ട്. ഇതൊക്കെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ തൊലി അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെയുള്ളവർക്ക് വെളുത്തുള്ളിയുടെ തൊലി മാറ്റിയിട്ടും ചെയ്യാം. ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ തൊലി മാറ്റാതെ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഇനി നല്ലതുപോലെ പൊടി അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. സാധാരണ നമ്മൾ പച്ചവെള്ളത്തിലിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. കുതിർന്നു പോകാനൊന്നും പാടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. 1-2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിന്റെ വെള്ളം ഉണ്ടല്ലോ, വെള്ളം മാറുന്നതിന് വേണ്ടിയിട്ട് അരിവാലയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം മുഴുവനും മാറിന് ശേഷം ഒരു കോട്ടൺ ടവലിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. അതിന്റെ ഈർപ്പം മുഴുവൻ ഒന്ന് മാറ്റിയെടുക്കണം. നമുക്ക് കോട്ടൺ ടവൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നിരത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. അപ്പൊ ഇങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് ആ ഈർപ്പം മുഴുവനും മാറിക്കിട്ടും. ഇതുപോലെ ഈർപ്പം തുടച്ച് നമ്മൾ ഈർപ്പം മാറ്റിയെടുത്തതിന് ശേഷം കുറച്ച് വർഷമായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി അല്ലികൾ മാറ്റിയിട്ടുണ്ട്. 3 ബാച്ചായിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത്. ഒരുപാട് അരഞ്ഞ് പേസ്റ്റായി പോകരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്ക് ചതച്ചിട്ട് എടുക്കുക. ഒരുപാട് പേസ്റ്റ് പരുവത്തിന് അരഞ്ഞു പോകരുത്. ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇട്ട് ഇതൊന്ന് ചതച്ചെടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി അല്ലികളൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കാം. അതിൽ ഒന്നുകിൽ എണ്ണയോ നെയ്യോ ബ്രഷ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റീലിന്റെ ഒരു വലിയൊരു പ്ലേറ്റിൽ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. അപ്പൊ അലുമിനിയം ഫോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണയൊന്നും ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ടർ പേപ്പർ ആയാലും എണ്ണ ഒന്നും ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നേരിട്ട് നമ്മൾ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ എണ്ണയോ ബ്രഷ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. നല്ലതുപോലെ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടുള്ളൂ. ഞാനിപ്പോൾ 2 വലിയ പ്ലേറ്റിലായിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. അടുത്ത പ്ലേറ്റിലും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. രണ്ടാമത്തെ പ്ലേറ്റിലും ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. എന്തെങ്കിലും പൊടികളൊക്കെ കാറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കിണറ്റിൽ ഇരിക്കുന്ന വാലയൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും വാല വെച്ചിട്ട് ഇതിന്റെ മുകളിലൊന്ന് വിരിച്ചു കൊടുക്കുക. വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അപ്പൊ വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ട് ഉണക്കാൻ വെച്ചത് 1 ദിവസം വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി 1 ദിവസം കൂടെ നമുക്ക് വെയിലത്ത് വെക്കുന്ന സമയത്ത് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഉണങ്ങി കിട്ടും.
ഇനി നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഗാർലിക് പൗഡർ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം 1 കിലോ വെളുത്തുള്ളി ആണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു 1/4 കിലോ വെളുത്തുള്ളി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യം നമ്മൾ ചെയ്തതുപോലെ ഇടികല്ല് വെച്ച് ജസ്റ്റ് ഒന്ന് ഇടിച്ചതിന് ശേഷം ഓരോ അല്ലുകളായിട്ട് ആക്കിയെടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഈർപ്പൊക്കെ മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പൊ വെളുത്തുള്ളി അല്ലുകൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ബേക്കിംഗ് ട്രേയില് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിൽ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. അലുമിനിയം ഫോയിലിന് പകരമായിട്ട് ബട്ടർ പേപ്പറും വെച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിട്ട് വെച്ച് കൊടുക്കുക. പൊട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. ഇതുപോലെ നമുക്ക് പിടിച്ച് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും നല്ലോണം മൊരിഞ്ഞ് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് ഒരു പ്ലേറ്റിൽ മാത്രം ഉണക്കി എടുത്തിട്ടുള്ളതാണ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് പൊടിച്ച് എടുക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ഇനി അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. 2 ബാച്ചും പൊടിച്ചിട്ട് ഒന്ന് അരിച്ചും കൂടി എടുക്കാം. 2 ബാച്ചും പൊടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്ത് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഓവനിൽ വെച്ച് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ എടുത്ത സമയം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 140 ഡിഗ്രിയിൽ 40 മിനിറ്റ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചെടുത്ത പോലെ പൊടിച്ചിട്ട് അരിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, നേരത്തെക്കാളും കുറച്ചും കൂടെ ഒന്ന് നിറ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓവനിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് നിറം മാറി ഈ ഒരു കളറിലാണ് കിട്ടുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. കണ്ടില്ല, ക്രീം കളറായിട്ടല്ല ഇരിക്കുന്നത്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കുറച്ച് ചെറിയൊരു ബ്രൗൺ കളറും ഒരു ക്രീം കളറുമായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടെ ഞാൻ കാണിച്ചു തരാം. വരാനിരിക്കുന്ന അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടും പ്രമേഹ രോഗം, കൊളസ്ട്രോള്, അങ്ങനെ പല പല അസുഖങ്ങൾ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഞാൻ കാണിച്ചു തരാം. വെളുത്തുള്ളി അല്ലികൾ ഉണക്കി പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ സമയം ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹെൽത്തി ആയ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു 2 നുള്ളേ എടുക്കാവൂ. 2 നുള്ള് ഗാർലിക് പൗഡർ എടുക്കുക. ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുവെള്ളം. ഇതിൽ നിന്ന് നമ്മൾ എടുത്ത 2 നുള്ള് ഗാർലിക് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഇടണ്ട, 2 നുള്ള് ഇട്ടാൽ മതി. ആദ്യമൊക്കെ നമ്മൾ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അലർജി പ്രശ്നങ്ങളോ ഉണ്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ആദ്യം ഒരു പ്രാവശ്യം 2 നുള്ള് ഇതുപോലെ ഇട്ടിട്ട് കുടിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വെച്ച് 1 മാസം തുടർച്ചയായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊഴുപ്പൊക്കെ അലിഞ്ഞു പോകുന്നതിനും കൊളസ്ട്രോളും BP-യും പ്രമേഹ രോഗമൊക്കെ മാറിക്കിട്ടുന്നതിനും ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ പല പല രോഗങ്ങളും കുറയ്ക്കുന്നതിന് ഒരുപാട് നല്ലതാണ്. അപ്പൊ 2 നുള്ള് ഗാർലിക് പൗഡർ ഇട്ട് കൊടുത്തു. ഇനി ഒരു പകുതി നാരങ്ങ കുരു മാറ്റിയിട്ട് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേനാണ്. നിങ്ങൾക്ക് ഇത് മാത്രം വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരും ഈ ഗാർലിക് പൗഡറും ചേർത്തിട്ടുള്ള വെള്ളം മാത്രം പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. തേൻ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വെറുതെ ജസ്റ്റ് വെളുത്തുള്ളി പൗഡറും നാരങ്ങ നീരും ചേർത്തിട്ട് കുടിക്കാവുന്നതാണ്. ഇനി വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഈ വെള്ളത്തിൽ ചേർത്ത് ഇതുപോലെ കഴിക്കുന്നത് ഒരുപാട് നല്ലതായിരിക്കും. അപ്പൊ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ കൊളസ്ട്രോളും BP-യും മറ്റ് അസുഖങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നും ചേർക്കാതെ വെളുത്തുള്ളി പൊടിയും നാരങ്ങ നീരും മാത്രം ചേർത്ത് കുടിച്ചാൽ മതിയാവും. അമിതഭാരമൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേനും കുറച്ച് ചിയാ സീഡ് 1 ടീസ്പൂൺ ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്തിയതും ചേർത്തിട്ട് കുടിക്കാം. നല്ല ഫലം കിട്ടും. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുത്തു.
ഇനി ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഗാർലിക് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കറികളിലും ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. വെളുത്തുള്ളി പൊളിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള ഈർപ്പമൊന്നുമില്ലാത്ത ഗ്ലാസ് ജാറിലേക്ക് വെളുത്തുള്ളി ഉണക്കി പൊടിച്ചത് അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോമ്പ് സമയമൊക്കെ അല്ലേ വരുന്നത്, അപ്പം നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം വെളുത്തുള്ളി. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ ജോലികളും എളുപ്പമാവും. ഇങ്ങനെ നമ്മൾ വെളുത്തുള്ളി ഉണക്കി പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്